ഹലോ നമസ്കാരം, രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും എന്താ പറയുക, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയുക, രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാമെന്ന് വേറെ ഒന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുക, അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെ വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയാലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളപ്പം എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഒരു ദിവസം നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. ഇപ്പം ഞാൻ പ്രോഗ്രാമൊന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രോഗ്രാം, ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് അടുത്ത കീമോ 10-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് വേണം. ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. റെസ്റ്റ് അല്ലെന്നല്ല, ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നത്. അതിനും കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാർ. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ കാണണം. സോ താങ്ക് യു. രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. ആരും നല്ലതാകണം ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ രേണുസുതിക്ക് ക്യാൻസർ ഇല്ല, കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ചെയ്തതൊക്കെ കണ്ടു. കള്ളത്തരമൊന്നുമല്ല, പുള്ളിക്കാരിക്ക് അസുഖമുള്ളത് ശരി തന്നെയാണ്. പുള്ളിക്കാരി റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കാണിച്ചതാണ്. അപ്പോൾ അസുഖമില്ല എന്ന് പറയണത് അത് ശരിയല്ല. പക്ഷേ ആ അസുഖത്തിൻ്റെ പേരിൽ ഒരു മറയാക്കി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചാൽ, കിച്ചുവിനെ കുറ്റം പറയുന്ന കാര്യത്തിലാണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും കുറ്റം പറയുമ്പോൾ മാത്രം ചാടി എണീച്ച് ഭയങ്കര ഭയങ്കര ഒരു എനർജിയാണ്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കാര്യത്തിനാണെങ്കിൽ പുള്ളിക്കാരി ഒട്ടും വയ്യാത്ത രീതിയിൽ വയ്യാത്ത രീതിയിലൊക്കെ ചെയ്യുന്നത് കാണാം. അപ്പം എന്താ പറയുക, ഉള്ളൊരു ഇതുപോലും പുള്ളിക്കാരി കിച്ചുവിനെ കുറ്റം പറഞ്ഞിട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിഷപ്പ് കുറേ കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടു. മഴവിൽ മനോരമയിൽ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഷപ്പ് ഇങ്ങനെ പറയുന്നതിനോട് എനിക്കൊട്ട് യോജിപ്പില്ല. ഈ പറയുന്ന ബിഷപ്പ് നേരത്തെ എന്താ പറയുക, രേണു സ്ഥലം കൊടുത്ത ആ ഒരു ഇതിൻ്റെ പേരിലൊക്കെ ബിഷപ്പിനെ തള്ളി പറഞ്ഞ സമയത്ത് ബിഷപ്പ് രേണുവിനെതിരെ ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്തതാണ്. ഇപ്പം എന്തോ അതിൽ കുറച്ച് കമൻസുകളുണ്ട്. ആ ഒരു വീഡിയോയിലിട്ട കമൻസുകൾ കണ്ടു, ബിഷപ്പ് ആരും ഭയക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമല്ല, രേണു ഈ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞ് സുവിശേഷ അങ്ങനെ എന്തോ പറയുമല്ലോ, അതാവാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ രേണു ബിഷപ്പ് ഫുൾ സപ്പോർട്ട്, രേണുവിന് ഫുൾ സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും കിച്ചുവിനെ അങ്ങനെ തള്ളിപ്പറഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ട ഒരു ഇത് ഇല്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഞാൻ കാണുന്നതും കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുതിയുമായിട്ട് ആൾക്കാരിങ്ങനെ ഇപ്പം മോള് പറഞ്ഞ പോലെ ശത്രുത ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ രേണുസുതി എന്ന് പറയുന്ന ഈ സഹോദരിയോടോ അവരുടെ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള ദേഷ്യമോ മറ്റിതരമായ കോപമോ ഒന്നും ആർക്കും ഇല്ല. സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിലൂടെയും ഒക്കെയാണ് അവരെ ഇങ്ങനെ, പിന്നെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ദിവസവും ജീവിച്ചു പോകാനായിട്ട് അവർ ജോലി ചെയ്തൊരു സഹോദരിയാണ്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യുമായിരുന്നു. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ഉദ്ഘാടനങ്ങൾക്ക് പോകുമായിരുന്നു. അവർക്ക് അറിയാവുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകാനും. അതൊക്കെ അവരുടെ ജീവിത സന്ധാരണത്തിനായിട്ട് അന്ന് ജീവിതം, കാരണം കൊല്ലം സ്തുതി മരണപ്പെട്ട ശേഷം ആ കുടുംബം മുന്നോട്ട് പോകണം. അവർക്ക് ഒരു വസ്തു വീട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പോൾ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകാനുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എന്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവർ മോനെ വളർത്തി. ഒരു കൊച്ചുമോനുണ്ട്, അവർക്ക് ഒരു 6.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എന്റെയും എന്റെ പ്രാർത്ഥന കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എന്റെ സ്നേഹിതരുടെയും
എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഇപ്പോ നമ്മളിപ്പം ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു മകൻ കിച്ചു ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എന്നെ ഇന്നലെ വിദേശത്തു നിന്നൊക്കെ എൻ്റെ ബന്ധുമിത്രാദികൾ വിളിച്ച് സംസാരിച്ചു. ഇത്രയും രോഗക്കിടക്കയിലായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു സാഹചര്യം, കാരണം അവർ ICUവിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വേദനകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് പറയുകയോ എടുക്കുകയോ ചെയ്തു. അവർ സുഖം പ്രാപിച്ച് വന്ന ശേഷം ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. അപ്പം രേണു സുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ അവർ അറിയിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവരവരുടെ കാര്യങ്ങൾ അറിയിക്കണം. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു, അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷേ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഫോണിൽ വിളിച്ചിട്ട് അവൻ പറയാം, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർക്കും. അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം കിച്ചു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് രേണു തന്നെയാണ് ഫാദർ. രേണു തന്നെയാണ് ഈ ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തത്. ഈ ഒരു കാര്യം എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫാദർ പറയുന്ന കാര്യങ്ങൾ രേണുവിനെ കൂടി പറഞ്ഞ് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ കിച്ചു അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കരുന്നു. കിച്ചുവിൻ്റെ കാര്യങ്ങളുമായിട്ട് കിച്ചു ഒരു ഭാഗത്തൂടെ പോയിരുന്നു. ആ ഒരു ടൈമിലാണ് രേണു കിച്ചു എന്നെ കാണാൻ വന്നില്ല, പലരും ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ വന്ന് പറഞ്ഞത്. യൂട്യൂബ് ചാനലിൽ ശരിയാണ്, രോഗവിവരങ്ങൾ പറയാൻ വേണ്ടി മാത്രം അത് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പേഴ്സണൽ മാറ്റേഴ്സ് യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇട്ടപ്പോഴാണ് കിച്ചും അതെടുത്ത് പ്രതികരിച്ചത്. കിച്ചുവിന് നിവർത്തികേട് കൊണ്ട് കിച്ചുവിൻ്റെ ചാനലിലും വന്നിട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവനെ നിരന്തരം കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ് കിച്ചു ഇങ്ങനെയുള്ള ഒരു ഇതായത് കൊണ്ട് മാത്രമാണ് ഞാൻ അമ്മയെ കാണാൻ പോവാതിരുന്നത് എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഈ രോഗാവസ്ഥയിലും നമ്മൾ ഒരു ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ വായി തോന്നുന്നത് പറയരുത് എന്ന് രേണു സുധിയോടും ഫാദർ പറഞ്ഞ് മനസ്സിലാക്കണം. കിച്ചുവിൻ്റെ പ്രായം അങ്ങനത്തെയാണ്. കിച്ചു എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. കിച്ചു ശരിയാണ്, ഈ ഒരു സന്ദർഭത്തിൽ കിച്ചു വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഞാൻ വീഡിയോ കാണിക്കാതെ കിച്ചുവിന് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് കിച്ചും ചെയ്തത് മോശം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇത് ഏൽക്കേണ്ടി വന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കുഴപ്പമുണ്ടായിരുന്നല്ല, നമ്മളൊരു ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയാ, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ? മറ്റുള്ളവർക്ക് രേണു സുധിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണു സുധിക്കൊന്നും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേണു സുധി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. അപ്പൊ ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും നമ്മളോട് മാപ്പ് തന്ന് ക്ഷമ തരുന്നത് മനുഷ്യരല്ല. മനുഷ്യർ ഒരിക്കലും ഒരാളെ പറ്റിയും, ഞാൻ തുറന്നു പറയണം, ഒരു മനുഷ്യരും വേറൊരാളെ പറ്റി നല്ല വശം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ നെഗറ്റീവുകളെ കണ്ടുപിടിച്ച് അവരെ എങ്ങനെ ഇകഴ്ത്തണം, എങ്ങനെ താഴ്ത്തിക്കെട്ടണം എന്നുള്ളതാണ് സമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാദർ രേണു സുധിയെ വെളുപ്പിക്കുന്നതായിട്ടാണ് തോന്നിയത്. എന്താണെങ്കിലും രേണു രാഹുൽ ദാസ് എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ കയ്യിലും കുറച്ചൊക്കെ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ കിച്ചു ചെയ്തത് മോശമാണ്. പക്ഷേ അവൻ്റെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ് അവൻ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ നിന്നത്. അല്ലാതെ അവൻക്ക് വേറൊരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കിച്ചു ഈ ഒരു കാര്യം പബ്ലിക്കിന് മുമ്പിൽ എടുത്തിട്ടത്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവനക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടില്ല. അതുകൊണ്ട് അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവനെടുത്തിട്ടു. രേണുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് രേണു പല കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിച്ചു വളർന്നു വരുന്നൊരു മോനാണ്. രേണു എന്ന് പറയുന്നത് രേണുവിൻ്റെ ആയുസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞു. കിച്ചു എന്ന് പറയുന്നത് വളർന്നു വരുന്നൊരു മോനാണ്. 23 വയസ്സായൊരു ചെറുക്കനാണ്. അപ്പോൾ അവനക്ക് ഇനിയും ജീവിതം ലോകം ഒരുപാട് കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ നിരപരാധിത്വം അവനക്ക് തെളിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവൻ ഇത് വന്നത്. ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഫാദറും പറയുന്നുണ്ട്, രേണുവും പറയുന്നുണ്ട്, എന്തോ ഒരു വെടിക്കുള്ളത് കിച്ചുവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിലെന്താണ് സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും
അതും ഇപ്പോൾ അധികം വൈകാതെ ഇവർ പുറത്ത് കൊണ്ടുവരും. ആ കിച്ചുവിൻ്റെ ജീവിതം വെച്ചാണ് ഇവരെല്ലാവരും കളിക്കുന്നത് എന്നാണ് എനിക്ക് ഈ ഒരു ഇതിൽ തോന്നുന്നത്. എന്താ വെച്ചാൽ ആ ഒരു രീതിക്കാണ് ഇവരുടെ പോക്ക്. ഇപ്പോൾ ഈ ആ ഒരൊറ്റ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് കിച്ചുവിന് എത്രത്തോളം ഈ കുറ്റവും അതുപോലെ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങും എന്നൊക്കെ രീതിക്ക് ബിഷപ്പ് അടക്കം പറയുന്നത്. എന്തായാലും രേണുവിനെ കാണാൻ പോയി അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. കിച്ചു വീട്ടിൽ കിച്ചുവിൻ്റെ ഇഷ്ടമല്ലേ, ഓരോരുത്തർ ഇഷ്ടമല്ല ഓരോരുത്തർ എങ്ങനെ വീഡിയോ ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. അത് അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിൽ ഞാനൊന്നും സംസാരിക്കാനും ചേച്ചിടത്തും പറഞ്ഞിട്ടില്ല, ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഈ ചെവി കൊടുക്കുക. അപ്പോൾ ഞാൻ കിച്ചുവിനെ ഞാൻ വിളിച്ചിട്ടില്ല. കിച്ചുവിനടുത്ത് അതാ പറയാനുള്ളത്. കാരണം അവരുടെ മുന്നത്തെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അത് ഇപ്പോൾ എടുത്ത് അത് ഇപ്പോൾ ഒരു വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അവൻ ഒരുപാട് ചിലപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഒന്നും പ്രതികരിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അനു പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. കിച്ചു എന്ന് പറയുന്ന വ്യക്തി, കിച്ചു ഒരുപാട് ട്രോമയിലൂടെ പോയൊരു ആളാണെന്ന് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കിച്ചു ഒരുപാട് ട്രോമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാമത്തെ മോന് അമ്മയില്ലാതെ വളർന്നതാണ്. അപ്പോൾ ശരിയാണ്, സ്വാഭാവികമായിട്ടും അമ്മയില്ലാതെ വളരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് അവൻ വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ആ മോൻ ആ ഒരു വീഡിയോ ചെയ്തത്. ശരിയാണ്, ഈ ഒരു അവസരത്തിൽ ആ വീഡിയോ ചെയ്തത് തെറ്റായിപ്പോയി. പക്ഷേ അവരുടെ നിവൃത്തികേട് കൊണ്ട് മാത്രമായിരിക്കും ആ മോൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോൾ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അപ്പം ഇപ്പോൾ രേണുവിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, കിച്ചുവിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അപ്പോൾ ആരെയും നമ്മൾക്കിതിൽ കുറ്റം പറയാൻ പറ്റില്ല. രേണുവിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വീഡിയോസുകളിലും കാര്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ രേണുവിൻ്റേത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രേണു ഈ ഒരു ക്യാൻസർ എന്നൊരു രോഗം വന്നപ്പോഴാണ് ആളുകളെല്ലാം രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിച്ചുവിനെ കുറ്റം പറഞ്ഞ സമയത്ത് ആളുകളെല്ലാം നേരെ തിരിഞ്ഞതാണ്. അപ്പം ശരിയാണ്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, പലരും തെറ്റുപറ്റും. കിച്ചുവിൻ്റെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, പല രീതിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കാതിരിക്കുക എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ അനുമോൾ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പോൾ 34 ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റിങ്ങിലും വേണം. ഒട്ടും ഹെൽത്തി അല്ല. പുള്ളിക്കാരി കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കേണ്ടേ, ആകർഷം ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയതുപോലെ വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. നമുക്കതാണ് വേണ്ടത്. പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കത്തില്ല. അത് അസുഖം ഉള്ളപ്പോഴും അത് ഉള്ളപ്പോൾ എന്നല്ല, ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരി ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു. നമ്മളെ വീഡിയോസിലെല്ലാം കണ്ടതാണ്. അപ്പോൾ നമ്മളെ അസുഖം ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. നല്ല രീതിക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇത് മരുന്ന് മാത്രം കുത്തിക്കയറ്റി ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാൽ അത് ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇതായിട്ടായിരിക്കും. പിന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടു. അതും ഭയങ്കര ഒരു മോശമായി പോയി. ആ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കൂ. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും ഈ രോഗം വന്ന ഒരു മനുഷ്യനും രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാമെന്ന് വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെ വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയാലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളപ്പം. എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഒരു ദിവസം നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. ഇപ്പം ഞാൻ പ്രോഗ്രാമൊന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ പ്രോഗ്രാം ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയപോലെ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് അടുത്ത കീമോ 10ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് വേണം. ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. റെസ്റ്റ് അല്ലെന്നല്ല, ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നത്. അതിനും കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാർ. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ കാണണം. സോ താങ്ക് യു. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും ഈ രോഗം വന്ന ഒരു മനുഷ്യനും രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാമെന്ന് വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെ വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയാലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന
ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളപ്പം. എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഒരു ദിവസം നിങ്ങൾക്കറിയാം ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. ഇപ്പം ഞാൻ പ്രോഗ്രാമൊന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രോഗ്രാം ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് അടുത്ത കീമോ 10-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് വേണം. ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. റെസ്റ്റ് അല്ലെന്നല്ല, ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നത്. അതിനും കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാർ. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ കാണണം. സോ താങ്ക് യു. കുറേ ഒരു സുഹൃത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി വെച്ച് റീച്ച് ചെയ്യാൻ രേണുവിൻ്റെ സുഹൃത്തുക്കൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ കിച്ചുവിനൊക്കെ ചളിവാരി തേക്കാൻ അവരെയൊക്കെ ഏൽപ്പിക്കുന്ന ആ ഒരു സമയം കൊണ്ട് രേണു ദൈവത്തോട് പ്രാർത്ഥിക്കുക. രോഗങ്ങൾ വരാത്ത മനുഷ്യരുണ്ടാവില്ല. ഈ രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ അസുഖം കൊണ്ട് ഇപ്പോൾ പോരാടുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കുറ്റങ്ങളും കുറവുകളും പറയാതെ ആ ഒരു ടൈമിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അസുഖം എത്രയും പെട്ടെന്ന് മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. എന്തായാലും നിനക്കൊരു മോനുണ്ട്, ആ മോന് വേണ്ടി ജീവിക്കുക. നീ പറഞ്ഞതുപോലെ തന്നെ മോന് വേണ്ടി ജീവിക്കുക. നന്നായി ഫുഡ് കഴിച്ച് നല്ല രീതിക്ക് അധികം ഫോണൊന്നും യൂസ് ചെയ്യാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. ശരിയാണ്, രോഗവിവരങ്ങൾ വീഡിയോ ചെയ്യുക. അല്ലാതെ അവരെന്ത് പറഞ്ഞു ഇവരെന്ത് പറഞ്ഞു എന്നെ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് ചോദിച്ച് സമയം വേസ്റ്റാക്കി കളയാതെ ജീവിച്ച് പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേക്കാതിരിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ ഇത്തരമുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.